താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 3 പേർ കസ്റ്റഡിയിൽ. തട്ടിക്കൊണ്ടുപോകൽ 2 ആഴ്ചത്തെ ആസൂത്രണത്തിന് ശേഷമാണെന്നാണ് സൂചന. റിയാസ് KMR വിവരങ്ങളുമായി. റിയാസ്, കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് താമരശ്ശേരിയിലെ പ്രവാസിയുടെ തട്ടിക്കൊണ്ടുപോകൽ. ഈ കേസിൽ ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലഭ്യമായിരിക്കുന്നത്? താമരശ്ശേരി പരപ്പംബോയിലെ കുറുന്തോട്ടിക്കട്ടിയിൽ മുഹമ്മദ് ഷാഫി എന്ന പ്രവാസി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് 3 പേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കാസർഗോഡ് നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കൊട്ടേഷൻ സംഘവുമായി ബന്ധമുള്ള 3 പേരെയാണ് ഇന്നലെ മഞ്ചേശ്വരം, പൈവളികെ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ പോലീസ് പിടികൂടിയത്. ഇന്നിപ്പോൾ ഇവരെ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് മഞ്ചേശ്വരം, പൈവളികെ ഭാഗങ്ങളിലെ കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്നൊരു നിഗമനം പോലീസിനുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കർണാടക അതിർത്തിയിലും ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലയിലുമെല്ലാം ഈ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ വർഷം സീതാങ്കോളി മുഗുറോഡിലെ പ്രവാസി മലയാളി അബൂബക്കർ സിദ്ദീഖിനെ കൊലപ്പെടുത്തിയ സംഘം ആണ് ഇതിന് പിറകിലെന്നൊരു സംശയം പോലീസിനുണ്ട്. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ചും ഈ അന്വേഷണം നടക്കുന്നു. പ്രധാനമായും ഈ സംഘങ്ങൾ ചെയ്യാറുള്ളത് ഈ കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിലെ ഈ ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് ഇവരുടെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തും. അങ്ങനെ ഇങ്ങനെ തട്ടിക്കൊണ്ടുവരുന്ന ആളുകൾ അവിടെ എത്തിച്ച് അവരുടെ ഒരു ഇടിമുറി പോലെയാണ് ഇത്തരം വീടുകൾ എന്നാണ് പോലീസ് പറയുന്നത്. അവിടെ പാർപ്പിച്ച് അവരെ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ്. ചില ആളുകളെ കൊലപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള. അങ്ങനെയാണ് മുഹമ്മദ് ഷാഫി ഇപ്പോൾ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. അത് കേരള കർണാടക അതിർത്തിയിലുള്ള കേന്ദ്രങ്ങളിലാണ് എന്നൊരു വിശ്വാസമാണ് പോലീസിനുള്ളത്. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാഫിയുടേതായി 2 വീഡിയോ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. അതിലൊന്ന് നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്, ആദ്യത്തേത്. പിന്നെ അതിൽ പ്രധാനമായും ഈ 325 കിലോ സ്വർണം സൗദി രാജകുടുംബത്തിൻ്റെത് താനും സഹോദരനും ചേർന്ന് മോഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ മറ്റൊരു വീഡിയോ പുറത്തു വന്നു. ഈ സ്വർണം മോഷ്ടിച്ചത് തന്റെ സഹോദരൻ നൗഫലാണ് എന്നൊരു ആരോപണം അതിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഷാഫി. മാത്രമല്ല, സഹോദരൻ തന്നെ ചതിച്ചെന്ന് ഷാഫി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോ എന്തായാലും പോലീസ് മുഖവിലക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ഈ കൊട്ടേഷൻ സംഘത്തിന്റെ ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഷാഫിയെ കൊണ്ട് 2 വീഡിയോ സന്ദേശങ്ങൾ ചെയ്യിച്ചതെന്ന് ഈ അന്വേഷണ സംഘം കരുതുന്നുണ്ട്. കാരണം ഈ ഷാഫി തട്ടിക്കൊണ്ടുപോകപ്പെട്ടതിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആസൂത്രിതമായി ചെയ്ത ഒരു വീഡിയോയാണ് ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്യലിന് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ വെച്ച് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. എന്തായാലും നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. താമരശ്ശേരി പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലുണ്ട്. അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. റിയാസ് KMR വിവരങ്ങൾ നൽകിയത്.